നെയ്യാർ ഡാമിൽ നടക്കുന്ന KSU മേഖലാ ക്യാമ്പിൽ പ്രവർത്തകരുടെ തമ്മിത്തല്ല്. ഇന്നലെയാണ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത്. KPCC നേതൃത്വത്തിനെതിരായ അതൃപ്തിയാണ് സംഘർഷത്തിന് വഴിവെച്ചത്. K. സുധാകരൻ ക്യാമ്പിലെത്താതിരുന്നതും തർക്കത്തിനിടയാക്കി. KSU തമ്മിലടി വിവാദമായതോടെ KPCC അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. പഴക്കുളം മധു, MM നസീർ, AK ശശി എന്നിവരാണ് കമ്മീഷൻ അംഗങ്ങൾ. ഇന്ന് വൈകുന്നേരത്തിനകം റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. നെയ്യാർ ഡാമിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന പഠന ശിബിരത്തിനിടെയാണ് KSU പ്രവർത്തകർ ഗ്രൂപ്പ് തിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. ശനിയാഴ്ച രാത്രിയോടെയായിരുന്നു സംഭവം. സംഘർഷത്തെ തുടർന്ന് ക്യാമ്പ് നിർത്തിവെക്കാൻ KPCC നേതൃത്വം നിർദ്ദേശം നൽകി. ക്യാമ്പിന് പുറത്തെ ചില വിഷയങ്ങൾ സംബന്ധിച്ച് നടന്ന ചർച്ചക്കൊടുവിലാണ് പ്രവർത്തകർ തമ്മിൽ അടിയുണ്ടായതെന്നാണ് സൂചന. സംഭവത്തിൽ ഒരാൾക്ക് പരിക്കേറ്റതായും വിവരമുണ്ട്. ഇയാൾ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് നെയ്യാർ ഡാം പോലീസിൽ ഇതുവരെ പരാതിയൊന്നും ലഭിച്ചിട്ടില്ല. ക്യാമ്പിൽ വാക്കുതർക്കവും കയ്യാങ്കളിയും നടന്നതായി KSU നേതൃത്വം അംഗീകരിക്കുന്നുണ്ടെങ്കിലും ആർക്കെങ്കിലും പരിക്കേറ്റോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇവർ സ്ഥിരീകരണം നൽകിയിട്ടില്ല. എന്നാൽ തുടർ പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ക്യാമ്പ് നിർത്തിവെക്കാൻ KPCC നേതൃത്വം നിർദ്ദേശിച്ചിട്ടുമുണ്ട്. KSU തെക്കൻ മേഖല പഠന ശിബിരമാണ് നെയ്യാർ ഡാമിൽ നടന്നുവരുന്നത്. ഞായറാഴ്ചയായിരുന്നു ക്യാമ്പിന്റെ അവസാന ദിവസം. ക്യാമ്പ് നിർത്തിവെച്ചാൽ പ്രമേയവും അവതരിപ്പിക്കാനാകില്ല. മാതൃസംഘടനയിലേതുപോലെ KSUവിനകത്തും ഗ്രൂപ്പ് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അടുത്ത കാലത്തായി ഗ്രൂപ്പുകൾക്കുള്ളിൽ പുതിയ സമവാക്യങ്ങൾ ഉടലെടുത്തതായും ഇവർ തമ്മിലുള്ള മൂപ്പിളമ തർക്കമാണ് മർദ്ദനത്തിലേക്ക് നയിച്ചതെന്നുമാണ് അറിയുന്നത്. ഇതിനിടെ ക്യാമ്പിൽ DJ സംഘടിപ്പിച്ചിരുന്നു. ഇതിനിടെയുണ്ടായ വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചതെന്ന് പറയുന്നവരുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.